ഒരു വാഹനം ഓടിക്കുന്നത് പോലെ ട്രേഡിംഗ് ചെയ്താൽ എങ്ങനെയാകുമെന്നുള്ള ഒരു ലിങ്ക്ഡ് ട്രേഡിംഗ് വീഡിയോ ആണ്, ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഷോർട്ട് വീഡിയോയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു വീഡിയോ ആക്കി എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി കാണുക. നോർമൽ പെട്രോളാണ് വണ്ടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ATM ആണ്. ഇനി ഒരു പ്രീമിയം പെട്രോളുണ്ട്, പൈസ കൂടുതലാണ്, പക്ഷേ നല്ല മൈലേജ് കിട്ടും. അതാണ് ഇൻ ദ മണി. അതെല്ലാം പെട്രോൾ എന്നുള്ളത് പ്രീമിയമാണ്, പക്ഷേ ഇങ്ങനെ വ്യത്യാസം വരുന്ന ATM, ITM, OTM എന്നുള്ളത് ഡെൽറ്റ വാല്യൂ ആണ്. അടുത്ത് നമ്മൾ പോകേണ്ട സ്ഥലം ടാർഗറ്റാണ്. അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസ്, റിസ്ക് റിവാർഡ് എല്ലാം തന്നെ ഇതിനകത്ത് വരണം. കാരണം വെച്ചാൽ നമ്മളവിടെ പോകാൻ എത്ര പെട്രോൾ ചിലവാകും, യാത്രയ്ക്ക് ഫുഡ് ഉൾപ്പെടെ എത്ര ചിലവാകും. നമുക്ക് അവിടെ നിന്ന് 30,000 രൂപയാണ് കിട്ടാനുള്ളത്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ചിലവാക്കിയിട്ട് അത്രയും 30,000 രൂപ മേടിക്കാൻ പറ്റില്ല. അപ്പം നമ്മളുള്ള 1,00,000 രൂപയുടെ എത്ര ശതമാനം മുടക്കിയാൽ ഈ 30,000 രൂപ മേടിച്ചാൽ നമുക്ക് മുതലാവും, നഷ്ടമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള പൈസയുടെ 1%, 2% മാത്രം മുതലാക്കിക്കൊണ്ട് നമ്മൾ 30,000 രൂപ മേടിക്കാൻ പോയാൽ നഷ്ടമില്ല, അല്ലേ? അപ്പോൾ അത് റിസ്ക് റിവാർഡും, പൊസിഷൻ സൈസും, മണി മാനേജ്മെൻറ്റ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് പുതിയ വണ്ടികളാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പോകുന്നതായിരിക്കും, അല്ലേ? പുതിയ ട്രേഡേഴ്സും പുതിയ പയ്യന്മാരൊക്കെ വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ എടുത്തു പോകും. അതുപോലെ തന്നെ മാർക്കറ്റ് 9-15 ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എന്നാൽ പഴയ ആൾക്കാർ പഴയ വണ്ടികളൊക്കെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തൊന്ന് വാമപ്പ് ആവാൻ വേണ്ടി നിർത്തും. തലേ ദിവസം പൊസിഷൻ ട്രേഡ് എടുത്തിരിക്കുന്നവരുടെ SL അടിക്കുകയോ SL ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയോ ചെയ്യാനുള്ള മാർക്കറ്റ് ഒന്ന് ബാലൻസ് ആവാൻ, സ്റ്റഡി ആവാനുള്ള സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഗിയർ എന്നുള്ളത് ക്വാണ്ടിറ്റിയാണ്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഒരു ക്വാണ്ടിറ്റിയും, സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ സെക്കൻഡ് ക്വാണ്ടിറ്റിയുമാണ് ആഡ് ചെയ്യേണ്ടത്. ആക്സിലേറ്റർ ഉള്ളത് ഗാമയാണ്. ക്ലച്ച് എന്നുള്ളത് സപ്പോർട്ടിൻ ക്യാൻഡിലാണ്. അതായത് നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ വരുന്നതാണ് ക്ലച്ച്. റൂട്ട് മാപ്പ് ചെക്കപ്പ്, നമ്മൾ വാഹനം എല്ലാം ചെക്ക് ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ നമ്മൾ റൂട്ട് മാപ്പ് എടുത്ത് ഏത് റൂട്ടാണ് കുണ്ടും കുഴിയും ഇല്ലാത്തത്, ഏത് റൂട്ടാണ് പെട്ടെന്ന് എത്തുന്നത് നോക്കുന്നത് പോലെ ഗ്ലോബൽ ന്യൂസും നമ്മുടെ ക്രൈറ്റീരിയയും സ്ട്രാറ്റജിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ അനലൈസും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക്, സ്ലോവിൽ സെക്കൻഡ് ഗിയറിൽ പോകേണ്ടി വരും. നാലാമത്തെ ഗിയറിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ ഉടനെ തന്നെ ബ്രേക്ക് ചവിട്ടി, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഇടും. അതുപോലെ തന്നെ നമ്മളിലുള്ള 4 ക്വാണ്ടിറ്റിയെ കുറച്ച് 2 ക്വാണ്ടിറ്റിയായി 2 ടോ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തുകൊണ്ട് 2 ക്വാണ്ടിറ്റി മാത്രം അവിടെ വയ്ക്കുകയും ട്രെയിലർ സെല്ല് കൊണ്ട് അവിടെ വയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വാഹനം പതുക്കെ പോകുന്നത് കൊണ്ട് പ്രീമിയം പെട്രോൾ ചിലവാവുകയും സ്പീഡ് കുറയുകയും അവിടെ തീറ്റ വാല്യൂ എഫക്റ്റ് ചെയ്യുകയും പ്രീമിയം മെൽറ്റ് ആകുകയും ചെയ്യും.